സാങ്കേതിക സർവകലാശാലയിൽ അസാധാരണ നീക്കവുമായി പുതിയ വൈസ് ചാൻസലർ. സിൻഡിക്കേറ്റ് യോഗത്തിലെ തീരുമാനം സ്വന്തം നിലക്ക് റദ്ദാക്കി VC കെ ശിവപ്രസാദ് ഉത്തരവിറക്കി. താൻ പിരിച്ചുവിട്ട ശേഷവും രജിസ്ട്രാർ അടക്കമുള്ളവർ അനധികൃതമായി യോഗം ചേർന്നുവെന്നാണ് VCയുടെ ആരോപണം. ജനുവരി 16-നാണ് പുതിയ VC ഡോക്ടർ കെ ശിവപ്രസാദ് ചുമതല ഏറ്റെടുത്ത ശേഷമുള്ള ആദ്യ സിൻഡിക്കേറ്റ് യോഗം ചേരുന്നത്. അജണ്ടയിലില്ലാത്ത വിഷയം ചർച്ചയ്ക്ക് വെച്ചതിൽ വിമർശനം ഉന്നയിച്ച VC യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നാലെ തന്റെ അഭാവത്തിൽ അനധികൃത യോഗം ചേർന്നുവെന്ന് കാട്ടി ഗവർണർക്ക് റിപ്പോർട്ടും രജിസ്ട്രാർക്ക് നോട്ടീസും നൽകി. അവിടെയും തീർന്നില്ല. സിൻഡിക്കേറ്റ് യോഗത്തിലെ തീരുമാനങ്ങൾ റദ്ദാക്കിക്കൊണ്ട് സ്വന്തം നിലയ്ക്ക് ഉത്തരവിറക്കിയിരിക്കുകയാണ് വൈസ് ചാൻസലർ. ഉത്തരവിറക്കാൻ തനിക്ക് കഴിയില്ല എന്ന് രജിസ്ട്രാർ രേഖാമൂലം അറിയിച്ചതോടെയാണ് VC നേരിട്ട് ഇടപെട്ടത്. യോഗ തീരുമാനങ്ങൾ നടപ്പിലാക്കരുത് എന്ന് സൂചിപ്പിച്ച എല്ലാ ബ്രാഞ്ച് മേധാവികൾക്കും VC കത്തും നൽകി. വൈസ് ചാൻസലറുടെ ഇടപെടൽ സർവകലാശാലയിൽ ഭരണസ്തംഭനം ഉണ്ടാക്കുമെന്നാണ് സിൻഡിക്കേറ്റ് ആരോപിക്കുന്നത്. ജനുവരി 23-ന് കാലാവധി കഴിയുന്ന പരീക്ഷാ കൺട്രോളർക്ക് സമയം നീട്ടി നൽകാനുള്ള തീരുമാനവും കഴിഞ്ഞ യോഗത്തിൽ എടുത്തിരുന്നു. VC ഇറക്കിയ ഉത്തരവ് പ്രാബല്യത്തിൽ വന്നാൽ ഈ തീരുമാനം അസാധുവാകുമെന്നും പരീക്ഷാ നടത്തിപ്പടക്കം അവതാളത്തിലാകുമെന്നുമാണ് പരാതി. ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ച് ഹൈക്കോടതിയെ സമീപിക്കാനാണ് സിൻഡിക്കേറ്റിന്റെയും സർക്കാരിന്റെയും ആലോചന. സമാനമായി മുൻ VC സിസ തോമസ് പുറത്തിറക്കിയ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കിയത് ചൂണ്ടിക്കാട്ടിയാണ് സിൻഡിക്കേറ്റ് കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ഗോപാൽ ശീലാസനൽ, മീഡിയ 1, തിരുവനന്തപുരം.